മണ്ഡലപൂജ മകരവിളക്ക് ദിവസങ്ങളിൽ ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ഹൈക്കോടതിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാകും അന്തിമ തീരുമാനം. നിതിൻ പ്രഭാകർ വിവരങ്ങളുമായിട്ട് ചേരുന്നു. മണ്ഡല മകരവിളക്ക് പൂജാ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഭക്തർക്ക് ശബരിമല സന്നിധാനത്തെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മണ്ഡല പൂജ ദിവസമായ 25-ന് 54,000 തീർത്ഥാടകർക്കും മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച് നടയടയ്ക്കുന്ന 26-ന് 60,000 തീർത്ഥാടകർക്കും ശബരിമല സന്നിധാനത്തെ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം 5,000 പേർക്ക് മാത്രമേ വിർച്വൽ ക്യൂ വഴി സ്പോട്ട് ബുക്കിംഗ് വഴി പ്രവേശനം അനുവദിക്കൂ എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം കൂടി ആരായും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് വിശദാംശങ്ങൾ കൈമാറും. അതിനുശേഷം കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ ഈ രൂപത്തിലാണ് മണ്ഡല പൂജകൾക്ക് സമാപനം കുറിക്കുന്ന 25, 26 തീയതികളിൽ ഭക്തർക്കുള്ള ദർശനത്തിന്റെ ക്രമീകരണം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡല പൂജ ദിവസം തിരക്ക് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ അന്ന് ഇവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊള്ളാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ പ്രഭാകർ.